വീക്കെൻഡ് ടൈമായി. ഇന്ന് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. സോ അവിടെ നിന്നുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരു ആള് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. എന്തായാലും കഴിഞ്ഞ ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന PR പരിപാടികൾ അത്യാവശ്യം പുറത്തും നല്ല രീതിയിൽ സംസാര വിഷയമായിട്ടുണ്ട്. 16 ലക്ഷം അല്ലെങ്കിൽ 18 ലക്ഷത്തിനോട് കംസ് അറൗണ്ട് വരുന്ന നമ്മുടെ അനുവിന്റെ PR ചർച്ചാ വിഷയമാണ് കൂടുതലായിക്കൊണ്ടിരുന്നത്, സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ ഉള്ളിൽ 8ഉം 10ഉം 9ഉം 5ഉം 4ഉം 3ഉം ഒക്കെ ആയിട്ട് പൈസ കൊടുത്ത് PR വർക്ക് എടുത്ത് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വലിയൊരു എമൗണ്ട് അനുവിന്റെ അന്ന് പ്രസ്താവിച്ചുകൊണ്ട് തന്നെ ബിന്നി സംസാരിക്കുകയും ബിന്നിയുടെ PR വശങ്ങളെ പറ്റിയിട്ട് മറ്റാരും അവിടെ സംസാരിക്കുക ഒന്നും ഉണ്ടായില്ല. അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ ഒരു അടിപൊളി ഇന്റലിജന്റ് ടാസ്ക് ആയിരുന്നു ഇവിടെ ഉള്ള ആളുകളുടെ PR എന്താണ് അല്ലെങ്കിൽ അനുവിന്റെ PR എന്താണ് എന്നുള്ളത് അവരറിയാതെ തന്നെ അവരെ കൊണ്ട് ടാസ്ക് വൈസ് പുറത്തേക്ക് ഇറക്കുന്ന രീതിയിൽ ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു അത്. അതിന്ന് കറക്റ്റ് ആയിട്ട് ബിന്നി അനുവിനെ പോയിന്റ് ഔട്ട് ചെയ്യുകയും ചെയ്തു. അവിടെ പുറത്തുള്ള ആൾക്കാരെ അത് ഡിസ്കഷൻ ആയി തുടങ്ങി. ഇപ്പൊ പുറത്തുമുള്ള ആളുകൾക്ക് അറിയാം, എനിക്ക് തോന്നുന്നു നെവിന് മാത്രമാണ് അവിടെ PR ഇല്ലാത്തത്. കാരണം നെവിനാണ് ഇത്തവണ പ്രേക്ഷക സപ്പോർട്ട് കൂടി നിൽക്കുന്നത്. ഇപ്പൊ അനീഷ് ആണെങ്കിൽ പോലും PR ഇല്ലെങ്കിലും അത്യാവശ്യം അനീഷിന്റെ രീതിയിലുള്ള കാര്യങ്ങള് പേജും കാര്യങ്ങളൊക്കെ ടേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തിട്ട് PR എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ടു ബി ഫ്രാങ്ക്, ഈ PR എന്നുള്ള പദപ്രയോഗം 7 അയലത്ത് കൂടി കൊണ്ടുപോകാതെ അതിനകത്ത് നെവിൻ തന്നെ പറയുന്ന ഡ്രസ്സ് എടുക്കാൻ പൈസയില്ല പിന്നല്ലേ PR എന്ന് പറഞ്ഞിട്ട്. അപ്പോ ബിന്നി ഈ വീക്കെൻഡിൽ ഭയങ്കര വീക്ക് ഒരു സംഭവമായിരുന്നു, ഒരു വീക്ക് ഇതായിരുന്നു. പിന്നെ അത് മാത്രമല്ല ക്യാപ്റ്റൻസി സംഭവങ്ങളിലൊക്കെ ആള് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. ആൻഡ് യുനോ അപ്പം ഈ ഒരു സംഭവം ഡിസ്ക്ലോസ് ചെയ്തതിന്റെ ഭാഗമായിട്ടോ എന്തോ ഏതോ നമുക്കറിയത്തില്ല, ബിന്നി പുറത്തിറങ്ങാറായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. സാബുമാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പട്ടണത്തിൽ ഭൂതമാവ ടാസ്ക് വളരെ നന്നായിട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് സാബുമാനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വോട്ട് നല്ല രീതിയിൽ മറയാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഈ ഒരു എവിക്ഷനിൽ ആര് എവിക്റ്റ് ആവണം അല്ലെങ്കിൽ ആര് എവിക്റ്റ് ആവും എന്നാണ് നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ? കമന്റ് ചെയ്യാം.